കാസർകോട്ടെ നീലേശ്വരം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും മലയാള സിനിമയുടെ മുഖശ്രീയായി മാറിയ ഒരു മകളുടെ അച്ഛനാണ് കാവ്യ മാധവന്റെ പിതാവ് മാധവൻ. റിയാലിറ്റി ഷോകളുടെ കുത്തൊഴുക്കില്ലാതിരുന്ന കാലത്തെ സ്കൂൾ കലോത്സവം എന്ന മെഗാ പ്ലാറ്റ്ഫോമിലൂടെ അഭിനയ ലോകത്തേക്ക് വാതിൽ തുറന്നു കിട്ടിയ പ്രതിഭാധനിയായ കലാകാരി. കാവ്യയുടെ പിതാവ് ഇനി ഓർമ്മകളിൽ മാത്രം. മാധവൻ ശ്യാമള ദമ്പതികളുടെ 2 മക്കളിൽ ഇളയവളായാണ് കാവ്യയുടെ പിറവി. ചേട്ടൻ മിഥുൻ ഇന്ന് കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലാണ് താമസം. അച്ഛനമ്മമാർ കാവ്യക്കൊപ്പമായിരുന്നു. കാവ്യയുടെ ഒപ്പമുണ്ടെങ്കിലും പൊതുവെ മിതഭാഷിയായ മാധവനേക്കാൾ അമ്മ ശ്യാമളയാണ് മകളുടെ കൂടെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക. അപൂർവം ചില അഭിമുഖങ്ങളിൽ മാത്രം പിതാവ് മാധവൻ കാവ്യയോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴും അധികമായി ഒന്നും സംസാരിക്കാത്ത പ്രകൃതക്കാരനായാണ് അദ്ദേഹത്തെ പുറം ലോകം കണ്ടിരിക്കുക. തന്റെ കുടുംബം വളരെ കർക്കശമായാണ് മകളെ വളർത്തിയതെന്ന് കാവ്യ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയും അമ്മ ശ്യാമള തന്നെയാണ് തീരുമാനങ്ങളുടെ ചുക്കാൻ പിടിച്ചത്. മലയാളം പറയുമെങ്കിലും സ്വാഭാവികമായ ശൈലിക്ക് പുറത്തുള്ള കാവ്യ മാധവന്റെ നീലേശ്വരം സ്ലാങ് സെറ്റുകളിൽ പലപ്പോഴും ചിരി പടർത്തിയിട്ടുണ്ട്. ബസ് ഇടിക്കാൻ വരും എന്നതിന് ബസ് കുത്താൻ വരും എന്നൊക്കെ സെറ്റിൽ ചെന്ന് പറഞ്ഞ് കാവ്യ മറ്റുള്ളവരെ ചിരിപ്പിച്ച കാര്യം ഒരിക്കൽ കുഞ്ചാക്കോ ബോബൻ തുറന്നു പറഞ്ഞിരുന്നു. സെറ്റുകളിൽ പലപ്പോഴും മകളുടെ ഒപ്പമുണ്ടായിരുന്നത് അമ്മ ശ്യാമളയെങ്കിലും മാധവേട്ടൻ എന്ന പേര് പറഞ്ഞാൽ നിരവധി പേർക്ക് കാവ്യയുടെ പിതാവ് മാധവനെ അറിയാൻ കഴിഞ്ഞേക്കും. നീലേശ്വരം സ്വദേശികളെങ്കിലും കാവ്യക്ക് സിനിമാ തിരക്കുകൾ വർദ്ധിച്ചതും കുടുംബം കൊച്ചിയിലേക്ക് താമസം മാറി. അവിടെ നിന്ന് ചെന്നൈയിലേക്ക് കാവ്യയുടെ മകൾ മഹാലക്ഷ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചേക്കേറുന്നതുവരെ കൊച്ചിയിലായിരുന്നു കുടുംബം താമസിച്ചത്. എവിടെ പോയാലും താൻ തനി നീലേശ്വരംകാരി തന്നെയാകുമെന്ന് കാവ്യ മാധവൻ പലകുറെ പറഞ്ഞിട്ടുണ്ട്. ദിലീപിന്റെ ഭാര്യയായ ശേഷവും കാവ്യ ആദ്യം പോയ സ്ഥലങ്ങളിൽ ഒന്നും സ്വദേശമായി നീലേശ്വരമായിരുന്നു. എന്നാൽ നീലേശ്വരത്തിന്റെ മേൽവിലാസമായിരുന്ന ആ വീട് ഇന്ന് കാവ്യയുടെ കുടുംബത്തിന്റേതായില്ല. അച്ഛൻ മാധവൻ പണി കഴിപ്പിച്ച നീലേശ്വരത്തിന്റെ വീടിന് കാവ്യ മാധവനോളം പ്രായമുണ്ട്. ശ്യാമള പ്രസവിച്ചു പെൺകുഞ്ഞ് എന്ന് കേൾക്കുന്ന നിമിഷം വീടിന്റെ കട്ടള വെച്ച ദിവസമായിരുന്നു എന്ന് കാവ്യ മാധവൻ ഓർക്കുന്നു. കാവ്യയുടെയും ചേട്ടൻ മിഥുന്റെയും കുട്ടിക്കാലം ചിലവഴിക്കപ്പെട്ടത് ഈ വീട്ടിലാണ്. ആ വീട് വിറ്റ കാര്യം പോലും കാവ്യ അറിയുന്നത് പിന്നീടാണ്. സിനിമയും ബിസിനസ്സും കുടുംബവുമെല്ലാം മാനേജ് ചെയ്യുന്നതിനിടയിൽ നീലേശ്വരം വരെ ഓടിയെത്താൻ പ്രായം അനുവദിക്കാതെ വന്നതാവാം അച്ഛൻ അങ്ങനെയൊരു തീരുമാനത്തിലെത്താൻ കാരണമായതെന്ന് കാവ്യ പറയുന്നു. കാവ്യയുടെ മകൾ മഹാലക്ഷ്മിക്കും വേണ്ടുവോളം സ്നേഹം നൽകിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ മടക്കം. ഇപ്പോഴേ ബ്ലോഗർ മഹാലക്ഷ്മി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മാമാട്ടി ഒരിക്കൽ കുളിക്കാൻ എണ്ണ തേച്ചു നിൽക്കുന്ന അപ്പൂപ്പനെ അദ്ദേഹം പോലും അറിയാതെ വ്ളോഗിങ്ങിനിടെ മാമാട്ടി വീഡിയോയിൽ പകർത്തിയ വിവരം ദിലീപ് പറഞ്ഞിരുന്നു. ചെന്നൈയിൽ മകൾ കാവ്യയുടെ കൂടെയായിരുന്നു അച്ഛനമ്മമാർ. അവിടെ വെച്ചാണ് കാവ്യ മാധവന്റെ പിതാവിന്റെ മരണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.